പറയാം. അപ്രമേയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അളക്കാൻ പറ്റാത്ത ശക്തിപ്രഭാവമുള്ള വലിയൊരു മഹാത്മാവാണ് അങ്ങ്. അങ്ങയുടെ ആ വാക്ക് ഞാൻ എന്താ അനുസരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തേ ചെയ്തു വെച്ചാൽ രാമൻ ആ വില്ല്, കയ്യിൽ വില്ലുണ്ടല്ലോ, ഈ രാമൻ്റെ കയ്യിൽ വില്ലുണ്ട്. ഈ വില്ല് ക്ഷത്രിയന്മാരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം എന്നാണ്. ഈ വില്ല് അല്ലെങ്കിൽ വാള, ആയുധം ധരിക്കാൻ അവകാശം ആർക്കുണ്ട്? ക്ഷത്രിയന്മാർക്കുണ്ട്. ക്ഷത്രിയന്മാർ ലോകരക്ഷ ചെയ്യേണ്ടവരാണല്ലോ, അപ്പോൾ അവർക്ക് ആയുധ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വാളോ വില്ലോ എന്തെങ്കിലുമൊക്കെ. വാള് കണ്ടിട്ടില്ല ഇങ്ങനെ ഉറയിൽ തൂക്കിയിട്ട് രാജാക്കന്മാരൊക്കെ നടക്കണോ? ഒരു ബ്രാഹ്മണൻ പോകുമ്പോൾ വാള അരയിൽ തൂക്കിയിട്ട് പോവുമോ? അമ്പും വില്ലൊക്കെ കയ്യിൽ പിടിക്കുമോ? ഇല്ല, പിടിക്കില്ല. ആണ് അങ്ങനെ പിടിക്കില്ല. എന്താ കാരണം? അത് അവരുടെ ധർമ്മത്തിന് ചേർന്നതല്ല എന്നാ പറയുക. അപ്പോൾ ക്ഷത്രിയൻ്റെ പ്രത്യേക അവകാശം ആയതുകൊണ്ട് വില്ല് കൈ. പട്ടാളക്കാരൻ്റെ കയ്യിൽ തോക്കുണ്ടാവും. എന്താ കാരണം? തോക്കൊക്കെ പിടിച്ച് പട്ടാളക്കാരൻ നിൽക്കാനുണ്ട്. അത് നമ്മളെ പൊട്ടിച്ച് കൊല്ലാനൊന്നല്ലേ എന്ന് അദ്ദേഹം ഇങ്ങനെ പിടിച്ച് നിൽക്കും. അതെന്താ? അത് ശത്രുക്കളോ വല്ല വേണ്ടാത്തവരൊക്കെ വന്ന് വേണ്ടാത്തതിന് പുറപ്പെടുമ്പം ചെയ്യാനാണത്. വെടിവെക്കുക എന്താ വേണ്ട വെച്ചാൽ കണ്ടിട്ട് അതിർത്തിയിൽ വേണ്ടാത്തത് കാണിക്കാൻ വന്ന് വെടിവെച്ചു നോക്ക് കേട്ടില്ല. ഇന്ന് നമ്മളാരെയും വെടിവെക്കാറില്ലല്ലോ. നമ്മൾ എത്ര പട്ടാളക്കാരെ ഓരോ ദിക്കി പോകുമ്പോൾ കാണാറുണ്ട്. നമ്മളാരെയും വെടിവെച്ചിട്ടുണ്ടോ? ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? എന്താ കാരണം? അതിൻ്റെ ആവശ്യമില്ല. അവർക്കറിയാം അവരെന്തിനാണ് അവിടെ നിൽക്കണത് എന്ന്. അപ്പം അതുകൊണ്ട് ഈ ആയുധം ധരിച്ച് വന്നവനായ രാമൻ എന്താ ചെയ്തു വെച്ചാൽ നല്ലോണം ആ വില്ലിൻ്റെ മുകളിൽ കെട്ടണ കയറിന് ഞാണെന്നാണ് പറയുക. ഞാണ വില്ല് ഇങ്ങനെ വളച്ച് കെട്ടുന്ന കയറുണ്ടാവും, ഒരു ചരട്. ആ ചരട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വിട്ടു. വലിച്ചു വിട്ട് എന്തുണ്ടാവും? ഒരു പ്രകമ്പന ശബ്ദം ഉണ്ടാവും. അത് ഞാണൊലി എന്നാ പറയുക. ജ്യാശബ്ദം. ജ്യാച്ചാൽ ഞാണ, ജ്യാശബ്ദം ഞാണൊലി. ഒലിച്ച ശബ്ദമാണ്. മലയാളത്തിൽ ഒലി പറഞ്ഞ ശബ്ദമാണ്. ജ്യ പറഞ്ഞാൽ ഞാണുമാണ്. ഞാണിൻ്റെ ശബ്ദം. അപ്പോൾ ഈ ചെറുഞാണൊലി എന്നാണ്. എന്ത് ഞാണൊലി ആണ്? എഴുത്തച്ഛൻ അങ്ങനെയാണ് പറയുക, ചെറുഞാണൊലി. എന്ത് ചെറുഞാണൊലി പറഞ്ഞ അർത്ഥം? അപ്പോൾ ചെറുഞാണൊലി എന്ന് എഴുത്തച്ഛൻ പറഞ്ഞതുകൊണ്ട് വലിയ ഞാണൊലി വേറെ ഉണ്ടാവുമല്ലോ. ആകെ ഒരു ഞാണൊലിയേ ഉള്ളൂ വെച്ചാൽ ഞാണൊലി എന്നല്ലേ പറയണ്ടു. ചെറിയ പുസ്തകം കണ്ട് എടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേശയമ്പലേ ആ ചെറിയ പുസ്തകം കണ്ട് എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ വലിയ പുസ്തകം അവിടെ ഉണ്ടെന്നതിന് അർത്ഥം കിട്ടിയില്ലേ? പറയേണ്ട കിട്ടിയില്ലേ? ആ വലിയ പുസ്തകം കണ്ട് എടുത്തോളൂ. എന്താ അർത്ഥം? ഇതിനേക്കാളും ചെറിയ പുസ്തകം അവിടെ ഉണ്ടെന്ന് അർത്ഥം കിട്ടിയില്ലേ? അപ്പോൾ ചെറുഞാണൊലി ഉണ്ടാക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വലിയ ഞാണൊലിക്കൊന്നും പോയില്ല. അപ്പോൾ ഈ ചെറുഞാണൊലി കേട്ടപ്പോഴേക്ക് തന്നെ അത്രയ്ക്കൊക്കെ പ്രകമ്പനം ഉണ്ടാവും വെച്ചാൽ വലിയ ഞാണൊലി കേട്ടാൽ എന്തൊക്കെ ഉണ്ടാവും? അതുകൊണ്ടാണ് ആ ചെറുഞാണൊലി കേട്ടു. ഒന്നും പറയണ്ട. എന്നിട്ട് ഈ വില്ലിങ്ങോട്ട് ഇങ്ങോട്ട് വിട്ട സമയത്ത് ആ ശബ്ദം ഇങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഇത് ഇവള് കാട്ടാളത്തി ഈ ശബ്ദം കേട്ട് പ്രകോപിതയായിട്ട് ഓടി വന്നു. കല്ലും ഈ മരങ്ങളൊക്കെ പിടിച്ച് പറിച്ച് രാമൻ്റെ നേരെ എറിയാൻ തുടങ്ങി. അപ്പോഴാണ് വിശ്വാമിത്രസ്തു ബ്രഹ്മർഷിർ ഹുങ്കാരേണ അഭിഭർസ്യ. അങ്ങനെ ഹുങ്കാരേണ ഹം. അവളിങ്ങോട്ട് വന്നപ്പോൾ മഹർഷി എന്താ പറഞ്ഞത്? ഹം വന്നു അവളെന്ന്. ആര്? ഹുങ്കാരം. ഹുങ്കാരം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ കാട്ടാളത്തി ഇങ്ങോട്ട് വന്നവിടെ ഹും നിശബ്ദ ഹുങ്കാരേണ. ഹുങ്കാരം ചെയ്തിട്ട് സ്വസ്തി രാഘവയോരസ്തു ജയം അനുഗ്രഹിച്ചു. ആരെ? സ്വസ്തി രാഘവയോരസ്തു ജയം. രാഘവന്മാർക്ക് സ്വസ്തി ഉണ്ട് അവിടെ. രാഘവന്മാരെന്ന് പറഞ്ഞാൽ രണ്ട് രാഘവന്മാരുണ്ട് ഇവിടെ. രഘുവംശത്തിൽ ജനിച്ച കുട്ടികളെ കാര്യം രണ്ട് പേര്, ലക്ഷ്മണനുണ്ട് ജ്യേഷ്ഠൻ രാമനുണ്ട്. രണ്ടു പേർക്കും ജയം ഉണ്ടാവട്ടെ സ്വസ്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു? മഹർഷി അനുഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിന്ന സമയത്താണ് ഇവള് കൊടുങ്കാറ്റ് വരുന്ന മാതിരിയാണ് വരണത്. വലിയ സ്വരൂപമാണ്. 10,000 ആനയുടെ ശക്തിയുണ്ട്. വലിയ ആകൃതിയും ശരീരമാണ്. കാറ്റത്ത് ഇവള് വരുന്ന സമയത്ത് മരങ്ങളൊക്കെ വേരോടെ പിഴുത് വീഴണേ. വരുന്ന ശക്തിയുണ്ട്. അതൊന്നും പറയണ്ട. നോക്കൂ, ഇതിങ്ങോട്ട് കണ്ടപ്പോഴൊക്കെ കാട്ടാളത്തിയെ മുമ്പിൽ കണ്ടപ്പം അലം ദേ ഘർണയ. അപ്പോൾ രാമനൊന്ന് നോക്കി കണ്ടപ്പോൾ ഒരു സ്ത്രീയാണ്. ആര്? സ്ത്രീ സ്വരൂപമാണേ. ഈ സ്ത്രീ സ്വരൂപത്തിൻ്റെ നേരെ എങ്ങനെയാ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാന്നൊരു തോന്നലുണ്ട്. അലം ദേ ഘൃണയാ രാമ പാപൈഷ ദുഷ്ടചാരിണി. രാമ കാരുണ്യം കാണിക്കരുത് കേട്ടോ, ഇവള് പാപസ്വരൂപിണിയാണേ, ദുഷ്ടയാണേ. ഇപ്പോൾ കാരുണ്യം കാണിക്കരുതേ. ആര് വീണ്ടും പറഞ്ഞു? വിശ്വാമിത്രരെ പറഞ്ഞ്. അതുകൊണ്ട് യജ്ഞവിഘ്നകരി, യജ്ഞങ്ങൾ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കണവളാണ്. യക്ഷീ പുരാ വർദ്ധതേ മായയ. ഇവളുടെ കയ്യിൽ മായാവിദ്യയൊക്കെ ഉണ്ട്. മായാവിദ്യ എന്ത്? ഈ മായാവിദ്യ എന്ന് പറഞ്ഞാൽ, മായാവിദ്യ പറഞ്ഞാൽ ഇവിടെ എങ്ങനെ കാണുമ്പം ഇതുപോലെ 25, 35, 40, 90, 100 ഒക്കെ ആയിട്ട് എവിടെയും കാണും, അപ്പുറത്തും കാണും. അപ്പം നമുക്ക് അതോ ഇതോ സംശയവും. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരേക്ക് അമ്പയക്കും. ആ അമ്പൊക്കെ ഏതാണ്ട് കുളത്ത് പോകുന്നല്ലാതെ
ഇവിടെ ഉണ്ടാവും, ഇത് കൊള്ളൂല്ല. കണ്ടു, അങ്ങനെ നമ്മുടെ ആയുധങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള വിദ്യയാണ് മായ കാണിക്ക്. അതുകൊണ്ട് മായാസ്വരൂപിണിയാണ്. അത് എന്ത് ചെയ്യണം? വധ്യതാം താവദേവൈഷ പുരാ സന്ധ്യ പ്രവർത്തതേ. സന്ധ്യ വരെ അതിൻ്റെ മുമ്പ് വധ്യതാമേഷ, ഇവളെ കൊന്നോളൂ. അങ്ങ് എന്ത് ഈ സന്ധ്യ വരണതിൻ്റെ മുമ്പ് കൊല്ലണം എന്ന് പറഞ്ഞത്? ഈ സന്ധ്യാകാലം വന്നാൽ കാട്ടാളന്മാർക്കും രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ശക്തി കൂടും. അങ്ങനെയൊന്നുണ്ട്. സന്ധ്യാകാലം കഴിഞ്ഞാൽ ആർക്ക് ശക്തി കൂടും? രാക്ഷസന്മാർക്കും ഈ അസുരന്മാർക്കും കാട്ടാളന്മാർക്കൊക്കെ ശക്തി കൂടും. എന്താ അങ്ങനെയാണ് അവരെ സന്ധ്യാകാലം കഴിഞ്ഞാൽ ശക്തി കൂടും അവരെ എന്നുവെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ഈ സന്ധ്യാകാലം കഴിഞ്ഞാൽ ശക്തി കൂടുന്നവരുടെ പേരാണ് രാക്ഷസൻ അസുരൻ എന്നൊക്കെ പറയണത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സന്ധ്യാകാലം കഴിയുമ്പം ശക്തി കൂടുന്നവരെ എന്ത് വിളിക്കാം? രാക്ഷസനെന്നോ അസുരനെന്നോ ഒക്കെ വിളിക്കാം. നമുക്കൊക്കെ എപ്പോഴാണ് ശക്തി? ഇപ്പോഴും ശക്തിയല്ലേ? നമുക്കൊക്കെ എപ്പോഴാണ് ശക്തി? പകല് നല്ല ശക്തിയാണ് അല്ലേ? പകല് നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവും, ചെയ്യണമെങ്കിൽ ചെയ്യും. ഓരോന്നിനും ഒരു വിഷമമില്ല, നല്ല സൗകര്യമാണ്. സന്ധ്യ ആകുമ്പോഴേക്ക് നമ്മളെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ച് കുടുംബത്തെത്തും. എന്നിട്ട് പറയും ചെയ്യും, ഔ ഇരുട്ടായപ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചാതി ഇരുട്ടാണ് അവിടെ, ഔ. കുടുംബത്തെത്തിയിട്ട് പറയും ചെയ്യും. ശരിയല്ലേ ഇത്? എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് ഇറങ്ങുക? നേരം വിളിച്ചായിട്ട് ആദ്യം ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീണ്ടും പോരും. അങ്ങനെയല്ലേ പതിവ്? അതെന്താ അങ്ങനെ? നമുക്ക് ഇരുട്ടത്ത് അവ അടങ്ങി ഒതുങ്ങി നമ്മൾ കുടുംബത്തിൽ ഇരുന്ന് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വിളിച്ചായിട്ട്. അപ്പം നമുക്ക് ഇരുട്ടത്തല്ല ശക്തി. നമുക്ക് സന്ധ്യ കഴിഞ്ഞാൽ ശക്തി കുറയും. ലേശം ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങുക ചെയ്യുക, പിന്നെ വിളിച്ചായിട്ട് ശക്തി. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. സന്ധ്യയ്ക്ക് ശേഷം ശക്തി കൂടുന്നവരുണ്ട്. ആരത്? പകലൊക്കെ കിടന്നുറങ്ങി സന്ധ്യ ആവുമ്പം അവരെന്ത് ചെയ്യും? മറ്റേതൊക്കെ കരയിൽ തിരികെ ഇറങ്ങും. എങ്ങടെ? ഓരോ ദിക്കിക്ക് ഇറങ്ങും. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ മൊബൈൽ ജ്വല്ലറി വരണ മാതിരി ഗിലിഗില എന്നും പറഞ്ഞ് വരണത്. അന്ന് ഇവനെ തിരുവോണ ആർക്ക്? ഈ ആരയിൽ തിരികെ വരണവന്. എടാ അവനെ പിടിച്ച മറ്റേ ദിക്കിക്ക് ചാരി ഒന്നുകിൽ കുത്തി, ഇല്ലെങ്കിൽ മാന്തി, ഇല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച്. കണ്ടിട്ടില്ലേ? കൊലപാതകം, കൊള്ള, അത് ഇതൊക്കെ ചെയ്യണവരൊക്കെ എപ്പോഴും അതിന് പുറപ്പെടുക. ഇപ്പം പിന്നെ എപ്പോഴും പുറപ്പെടും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഏത് സമയത്തും ആവാം. പണ്ടൊക്കെ രാത്രി ഇരുട്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ രാത്രി ഇരുട്ടൊക്കെ വേണോ? വല്ല കാര്യമുണ്ടോ? ഇപ്പം അതൊന്നുമില്ല. നമ്മൾ പറയാം പട്ടാപ്പകലെ മാല പൊട്ടിച്ചോടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കണോ? ഒക്കെ കൊണ്ടുപോയിട്ട് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. സുലഭാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ അവിടെ ഇവിടെ കേട്ട് കേൾവി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊന്നും അല്ല. നമുക്കെന്നെ കണ്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം. അതായത് ഈ ദുഷ്ട സമ്പ്രദായക്കാരാണ് ഇരുട്ടിനെ സ്നേഹിക്കുക. ദുഷ്ട സമ്പ്രദായക്കാരല്ലാത്തവരെന്തിനെ സ്നേഹിക്കുക? വെളിച്ചത്തിനെ സ്നേഹിക്കുക. ഇപ്പം ഇരുട്ടിനോട് ഇഷ്ടമുള്ളവരും ഇരുട്ടിനെ സ്നേഹിക്കുന്നവരും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? രാക്ഷസ സമ്പ്രദായക്കാർ. വെളിച്ചത്തെ സ്നേഹിക്കുന്നവരും വെളിച്ചത്തിൽ ജീവിക്കുന്നവരും വെളിച്ചത്തെ ആശ്രയിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നവരെയാണ് നമ്മൾ സജ്ജനങ്ങളെന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇരുട്ടിനെ സ്നേഹിക്കുക. ഇരുട്ടാണ് ചിലരൊക്കെ. ഇപ്പം പകല് മുഴുവനും കടന്നുറങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ ഇരുട്ടത്തിലല്ലേ ഇവർ ഇരുട്ടിൻ്റെ സമ്പ്രദായങ്ങളായിട്ടല്ലേ ചെല്ലുന്നത്. നല്ല മട്ടല്ല എന്നാ പറയുന്നത്. അതാണ് ഇരുട്ടിനെ സ്നേഹിക്കുക. രാത്രി പണിക്ക് പോകണവരല്ലട്ടോ ഉദ്ദേശിച്ചത്. എന്ത് ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നുമില്ല. രാത്രി ജോലിക്ക് പോകണവരൊക്കെ ഉണ്ടാവും. അവർ പാവങ്ങൾ പകല് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകുക. അവരല്ലാട്ടോ പറയണത്. രാത്രി തന്നെ കാത്തിരുന്നിട്ട് ഇരുട്ടിൻ്റെ ഇപ്പം നമ്മളൊരു രാത്രി സമയത്ത് ഒരു ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും എത്തിപ്പെട്ടു എന്ന് കൂട്ടിക്കോളൂ. കഷ്ടത്തിലായിട്ട് ബസ്സൊക്കെ താമസിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അപൂർവമായിട്ട് എത്തിപ്പെട്ടു എന്നൊക്കെ വരുമല്ലോ. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും തുണയില്ലാത്തൊരു സമയത്ത് ഒറ്റയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിപ്പെട്ടു. രാത്രി ഒരു 12 മണിക്ക്. ബസ്സുകളൊന്നും ഉണ്ടാവില്ല. അപൂർവം ഏതെങ്കിലും 1-2 ബസ്സേ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എവിടെ പോയി നിൽക്കുക? ആ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എവിടെയാണ് നിൽക്കുക? എവിടെയായിരിക്കും നിൽക്കുക? പറഞ്ഞോളൂ, എവിടെ നിൽക്കുക? നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും വലിയ വിളക്കിൻ്റെ തൂണോ എന്തെങ്കിലും വലിയ നല്ല ലൈറ്റുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ പോയി നമ്മളിങ്ങനെ എന്തിനാ അവിടെ നിൽക്കണത്? ഒന്നാമത് വെളിച്ചം കാണുമ്പോൾ ഒരു സുഖമാണ്. രണ്ടാമത് ഈ വെളിച്ചത്തിൽ വല്ലവന്മാരടുത്തേക്ക് വരാനൊന്നും മടിക്കും. പിന്നെ നമ്മൾ വെളിച്ചത്തിൽ നിൽക്കണത് വല്ലവരധികം പോകുക വെച്ചാൽ കാണും. വല്ല പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നോക്കിക്കോ, അവിടെ വെളിച്ചത്താരോ ഒരാളുണ്ട് ബസ് കാത്ത് നിൽക്കണമെന്ന് തോന്നും. ഒരു ശ്രദ്ധ അയാൾക്കും ഉണ്ടാവും. പിന്നെ നമ്മൾക്കാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനൊന്നും അങ്ങോട്ടോ നിൽക്കാനും ഇങ്ങനെയൊക്കെ വെളിച്ചാണ് നല്ലത്. ആരെങ്കിലും അടുത്ത് വന്ന് നിന്നാലും നിൽക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലാവാനും വെളിച്ചാണ് നല്ലത്. അധികം പോണവനൊക്കെ വെടുപ്പായിട്ട് കാണാനും അതല്ലാത്തവനാണോ അതുള്ളവനാണോ എന്നൊന്നും അറിയാനും ഒക്കെ വെളിച്ചാണ്. അപ്പം വെളിച്ചത്തിലേ നമ്മൾ നിൽക്കുള്ളൂ. കള്ളന്മാരാണെങ്കിൽ എവിടെ പോയി നിൽക്കുക? വല്ല പിടിച്ച് വരിക്കാർ, മോഷണക്കാർ, ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ജാതി ചെയ്യുന്നവർ ഈ ദിക്കിൽ വന്നാൽ ബസ് സ്റ്റാൻഡിൽ രാത്രി വന്നാൽ അവരെവിടെ നിൽക്കുക? ഒന്നാമത് നമുക്കറിയില്ല എവിടെയാണ് നിൽക്കുക എന്ന്. നമുക്കറിയാം ഇവരെവിടെ നിൽക്കുകയെന്ന്. എന്നാലും അവരവിടെ നിൽക്കില്ല എന്നറിയാം. വെളിച്ചത്തിൽ ഇവർ നിൽക്കില്ല എന്ന് നമുക്കറിയാം. അവരെവിടെയെങ്കിലുമൊക്കെ മാളത്തിലും പൊത്തിലും ഇരുട്ടത്തും പതുങ്ങി നിൽക്കണ്ടാവും. ശരി തന്നെയാണ്. വെളിച്ചത്തിൽ നിൽക്കില്ല. അപ്പോൾ വെളിച്ചത്തെ സ്നേഹിക്കുന്നവരുണ്ട്, ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിൽ വെളിച്ചത്തിനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ
മനുഷ്യന്മാർ ദേവന്മാർ എന്നൊക്കെ പറയും. ഇരുട്ടിനെ സ്നേഹിക്കണവരെ രാക്ഷസന്മാർ അസുരന്മാർ എന്നൊക്കെ പറയും. അപ്പോൾ ഇനി ഇവരിന്ന് അന്വേഷിച്ച് പുസ്തകം നോക്കാനൊന്നും പോണ്ട. എന്തിനന്വേഷിച്ചിട്ട്? രാക്ഷസന്മാരെന്താ അസുരന്മാരെന്താണെന്നൊന്നും അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട. ഒക്കെ എവിടെ തന്നെ ഉണ്ട്, ഒക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സന്ധ്യ വരുന്നതിൻ്റെ മുമ്പ് ഈ കാട്ടാളത്തിയെ കൊല്ലണേ എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്ടായിച്ചാൽ എന്നിട്ട് അതിന് മഹർഷി പറഞ്ഞ ന്യായം രക്ഷാംസി സന്ധ്യാകാലേത്തോ ദുർധരിഷാണി ഭവന്തി. രക്ഷസുകൾ സന്ധ്യാസമയം വന്നാൽ അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ. ഇത് പല പുസ്തകങ്ങളിലും ഇങ്ങനെ കാണാം. അപ്പം രാമൻ എന്തേ ചെയ്തു വെച്ചാൽ എന്നാൽ ഗുരുനാഥൻ പറഞ്ഞതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ വില്ല് ഞാണ് ചേർത്തിട്ട് അയച്ചു. അങ്ങനെ ഈ കാട്ടാളത്തി താടകയുടെ നെഞ്ചത്ത് അമ്പ അങ്ങോട്ട് കൊണ്ടപ്പോൾ ഇവള് അട്ടഹാസത്തോടു കൂടി ഭീകരമായ ശബ്ദത്തോട് കൂടിയിട്ട് നിലത്തേക്ക് അങ്ങോട്ട് വീണിട്ട് ചത്തു എന്നാ പറയുക. അങ്ങനെ ഈ കാട്ടാളത്തി ചത്ത് ആ കാട്ടിൽ വീണു, മരിച്ചു. ഇവള് മരിച്ചു. അവളെ മരിച്ചു വീണപ്പോഴേക്ക് എന്താ ഉണ്ടായത്? അവൾക്ക് ഈ ദേവന്മാരൊക്കെ വന്ന്, മനുഷ്യന്മാരും ദേവന്മാരും മഹർഷിമാരും എല്ലാവരും വന്ന് വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് കൊണ്ടാടി. ദേവന്മാർക്കൊക്കെ എന്തൊരു സന്തോഷം. മുനേ കൗശിക ഭദ്രം തേ സേന്ദ്ര സർവേ മരുദ്ഗണാഹ. ഹേ കൗശിക മുനെ, നന്നായി വരട്ടെ എന്നാ. അതാ കൊന്നത് മഹർഷി അല്ലല്ലോ. ദേവന്മാർക്ക് തെറ്റിയോ? ഞാൻ ഒരു ഇരുട്ടത്തെങ്ങാനും കാണാണ്ട പൊയ്യോ? എന്ത് കൊന്നതാരാ? ശ്രീരാമേന്ദ്രസ്വാമിയാണോ കൊന്നത്? പക്ഷേ പുകഴ്ത്തൽ കിട്ടിയതാർക്കാ? വിശ്വാമിത്ര മഹർഷിക്ക്. വിളിച്ച പേരെന്താ? മുനേ കൗശിക ഭദ്രം തേ. അങ്ങക്ക് നന്മയുണ്ടാവട്ടെ. എന്താ കാരണം? സേന്ദ്ര സർവേ മരുദ്ഗണാഹ. മരുത്തുക്കളോട് കൂടിയിട്ട് ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും വന്നിട്ട് തോഷിതാ കർമ്മണാനേന സ്നേഹം നിരിശയ രാഘവേ. അങ്ങനെ രാഘവനെ സ്നേഹത്തോടെ നോക്കി മഹർഷി. എന്താ കാരണം എന്നറിയൂ? ഈ മഹർഷി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊട്ടാരത്തിൽ വന്ന് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് രൂപപ്പെടുത്തി പാകപ്പെടുത്തി പഠിപ്പിച്ച് നല്ല ട്രെയിനിങ് കൊടുത്ത് എന്ത് ചെയ്യിച്ചു? ആ കാട്ടാളത്തിയെ കൊല്ലിച്ചു. ഇപ്പം രാമന് മനസ്സിലായി. രാമ അപ്പം എങ്ങനെയുണ്ട്? നാട് നന്നായില്ലേ ചോദിച്ചു. നന്നായി. ഇങ്ങനെയാണ് വേണ്ടത് കുട്ടിയെ. ഫോർ എക്സാമ്പിൾ എന്താ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചെയ്യിച്ചതേ. മഹർഷി പ്രായോഗികമായ ഉദാഹരണങ്ങളാണെന്താ നമ്മൾ പുസ്തകത്തിൽ വായിച്ച് പറയുന്ന ഉദാഹരണത്തിനേക്കാളും കേമാണ് എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കണ ഉദാഹരണങ്ങൾ. എങ്ങനെയുണ്ടാ? നന്നായില്ലേ ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഓ കഴിഞ്ഞു. അപ്പോഴേക്ക് സന്ധ്യാകാലമായില്ലേ. അപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടത്? താടകയെ കൊന്നു, കാട്ടിലെ വിഷമൊന്നും ഇല്ലാക്കെ നേരിയായി, എല്ലാം ശരിയായി. അപ്പം മഹർഷി പറഞ്ഞു നന്നായി. മഹർഷി ആ കുമാരന്മാരെ രണ്ടാളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ആരെ? രണ്ടുപേരെയും, രാമനെയും ലക്ഷ്മണനെയും അടുത്തേക്ക്. അതാണ് പ്രത്യേകത. ചേർത്തങ്ങനെ പിടിച്ചിട്ട് തോ മുനിവരൻ പ്രീത സന്തോഷമായിട്ട് താടകാവധതോഷിത. താടക മരിച്ചുല്ലോ, താടകയെ കൊന്ന് കണ്ടിട്ട് സന്തോഷിച്ചിട്ട് എന്തേ ചെയ്തു? മൂർധനി രാമം ഉപാഖ്രായ ഇതും വചനമബ്രവി. രാമനെ അടുത്തേക്ക് പിടിച്ചിട്ട് മൂർധാവ് വെച്ചാൽ ഈ കുട്ടികൾ 10, 5, 10, 12 വയസ്സായ കുട്ടികളെ. അപ്പം ഏതാണ്ട് ഈ കുട്ടികൾ മഹർഷിയുടെ എത്ര കണ്ടുണ്ടാവും? മഹർഷി കുറച്ച് പ്രായമുള്ള ആളോ വലിയ ആളല്ലേ, അദ്ദേഹം നല്ല നീളവും വിസ്താരമൊക്കെ ഉള്ള നല്ല മഹായോഗ്യനാണേ. അപ്പം ഈ കുട്ടികൾ 10, 12 വയസ്സായ കുട്ടികൾ മഹർഷിയുടെ ഒപ്പം നിന്നാൽ എത്ര ഉണ്ടാവും? അത്രയ്ക്കൊക്കെ ഉണ്ടാവില്ല. 12 വയസ്സായ കുട്ടിയല്ലേ. അപ്പോൾ ഏതാണ്ട് മഹർഷിയുടെ ഒരു കഴുത്തോളൊക്കെ ഉണ്ടാവും, അത്രയ്ക്ക് ഉണ്ടാവും, നെഞ്ചിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. മഹർഷി അടുത്തേക്ക് ഇങ്ങോട്ട് പിടിച്ച് രണ്ട് കുട്ടികളെ ഇങ്ങോട്ട് 2 കൈ കൊണ്ട് ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചിട്ട് മൂർധനി ഉപാഖ്രായ. മൂർധാവിലൊരു ഉമ്മ ഇങ്ങോട്ട് കൊടുത്തു. ആർക്ക്? എന്താല്ലേ പണ്ട് അച്ഛൻ അങ്ങനെ തന്ന ഓർമ്മയുള്ളൂ ആർക്ക്? വിശ്വാമിത്ര മഹർഷി ഒന്നും ആർക്കും ഇങ്ങനെ കൊടുത്തതായിട്ടേ ചരിത്രമില്ല. അദ്ദേഹം അങ്ങനെ ഒരു വാത്സല്യം അങ്ങനെ കാണിക്കായൊന്നുമില്ല. എന്നാലും അങ്ങനെ ധാരാളമായിട്ട് കാണിക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. പക്ഷേ ഈ ഉണ്ണികളെ രണ്ടിനെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് മൂർധാവിൽ രാമം ഉപാഖ്രായ ആഖ്രാനം ചെയ്യണം, മണക്കുക എന്നർത്ഥം. നല്ലോണം മൂർധാവിലൊരു ഉമ്മ കൊടുത്തിട്ട് ഉമ്മ കൊടുത്തിട്ട് വാത്സല്യത്തോടെ പറഞ്ഞു, ഉണ്ണിയെ സന്തോഷമായിട്ട് ഉമ്മിട്ടിക്കാൻ. അതായത് കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ നല്ലത് എന്തെങ്കിലും ചെയ്താൽ ഉണ്ണിയെ അസലായി എന്ന് പറയാൻ മടിക്കരുത്. അതുപോലെ ചീത്തത്തം ചെയ്താലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുട്ടി ഇത് ശരിയല്ല എന്ന് പറയാനും മറക്കരുത്. നല്ലത് ചെയ്താൽ നമ്മൾ നന്നായിട്ട് അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ ചെയ്യണം. ആ ഒരു ചെറിയ വാക്കേ നമ്മൾ പറയലോ വെച്ചാലും വലിയ മാറ്റാണ് ആർക്കുണ്ടാക്കുക. ഇനി ഇങ്ങനെയുള്ള നന്മയുടെ വശങ്ങൾ വരുമ്പം ചെയ്യാനൊരു പ്രോത്സാഹനം ഉണ്ടാവും. അത് രാമായണം അങ്ങനത്തെയും കൂടി ഒരു കഥയുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു, കുമാര
ഉണ്ണിയെ, രാമ, ലക്ഷ്മണ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. ഇഹാദ്യ രജനീം രാമ വസേമ ശുഭദർശന. ഇന്ന് രാത്രി നമുക്ക് ഈ കാട്ടിൽ താമസിക്കുക. ഏത് കാട്ടില്? താടകാവനത്തിൽ താമസിക്കുക. സ്വപ്രഭാതേ, നേരം വിളിച്ചായിട്ട് ഗമിഷ്യാമസ്തദാശ്രമപദമേ. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നേരെ എൻ്റെ ആശ്രമത്തേക്ക് പോവാമെന്നും. ഇവിടുന്ന് അധികം ദൂരമില്ലേ. എവിടേക്ക്? വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ അധികം ദൂരമില്ല. വേണമെങ്കിൽ ഇടവഴി ഒഴിവാക്കി മറ്റേ ഇടവഴി കൂടി പോയാൽ അവിടെ എത്തിയായിരുന്നു നേരത്തെ ഒരു ദിവസം മുമ്പേ. അത് വേണ്ടാന്ന് നിരീക്ഷിച്ചിട്ടാണ് വളഞ്ഞ വഴി കൂടി ഇവിടെ എത്തിയത്. എവിടെയും മഹർഷിമാർ കൊടുത്ത് ഓട്ടോറിക്ഷയിലാരും ഇഷ്ടം കച്ചാബന്ധാനം ദുരിതമുള്ള വഴി കൂടി ചാടി കുത്തി കുലുങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? കഷ്ടപ്പെട്ട് പോയിക്കോളൂ എന്ന്. എന്തിനാ പറഞ്ഞത്? ആ പറഞ്ഞ വാചകം ഇതാണെന്ന്. അരിഷ്ടം താടകാവനത്തിൽ കൂടി പോയിക്കോളൂ എന്ന് സൂചിപ്പിക്കാനാണ് എന്നിട്ട് ഈ താടകാവനത്തിൽ കൂടി ഇവരെ പറഞ്ഞയച്ചു കൊണ്ടുവന്നു. ഇവർ അന്ന് രാത്രി അവിടെ താമസിക്കുക. അതെന്തിനാ അന്ന് രാത്രി അവിടെ താമസിക്കുക എന്ന് പറഞ്ഞത്? അതെന്തിനാണെന്നറിയൂ? ഇപ്പം ഈ താടകയെ കൊന്നു, ശരി തന്നെ, താടക മരിച്ചു. ഇതിപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ട് താടക മരിച്ചത്? രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും. പിന്നെ താടക ചത്തുപോയതുകൊണ്ട് കണ്ടിട്ടുമില്ല. വേറെ ആരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് കാട്ടാളന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവിടുന്ന് നാട് വിട്ട് പോയോരും ഇവിടുന്ന് ഓടിപ്പോയോരും അവരുടെ ആളുകൾ ആരെങ്കിലും ഇത് കണ്ടുവോ? കണ്ടില്ല. അപ്പോൾ ഈ താടകാവധം കഴിഞ്ഞു എന്ന് അവരോട് പറഞ്ഞാലും അവർ പിന്നെ ഇവിടെ വന്ന് താമസിച്ചോളണമെന്നില്ല. എന്താ കാരണം? പേടിച്ചിട്ടേ. ഇത് താടകയുടെ വല്ലതും ബാക്കി ഉണ്ടാവുമോ? പേടി ഉണ്ടാവില്ലേ? ധൈര്യത്തിൽ വരില്ല. അപ്പം അത് തീർക്കാനാണ് എന്ത് ചെയ്തത്? താടകയെ കൊന്ന് അന്ന് അവിടെ താമസിച്ച് ലോകർക്ക് എന്തുണ്ടാക്കി കൊടുത്തു? ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ ഇന്നിവിടെ താമസിച്ചില്ലേ, ഇന്ന് രാത്രി ഞങ്ങളിവിടെ പാറയുടെ മുകളിലല്ലേ കിടന്നുറങ്ങിയത്. രാത്രി എന്തുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അത് നാളെ നിങ്ങൾ വന്നിവിടെ എന്ത് ചെയ്തോളൂ? താമസിച്ചോളൂ, പേടിക്കണ്ട എന്നല്ലോ. അതാണ് ഈ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയൊക്കെ ജീവിതം തന്നെ ഒരു ഒരു എന്താണ് മാതൃക സമ്പ്രദായം എന്ന് പറയാൻ കാരണേ. അപ്പം അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ അവരെങ്ങോട്ട് പുറപ്പെട്ടു, തൻ്റെ ആശ്രമത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ വിശ്വാമിത്രർ പറഞ്ഞത് കേട്ടപ്പോൾ കുമാരന്മാർക്ക് സന്തോഷമായി. അവരന്ന് അവിടെ താടകാവനത്തിൽ സുഖമായിട്ട് താമസിച്ചു. എന്നിട്ട് എന്തുണ്ടായത്? രമണീയം വിഭ്രാജ യഥാ ചൈത്രരഥം വനം. അങ്ങനെ താടകാവധമൊക്കെ കഴിഞ്ഞപ്പോൾ കാട് നന്നായി. കാടിന് നല്ല സമ്പ്രദായമായി. ഇനി ആർക്കിപ്പം ഇവിടെ താമസിക്കാനായിട്ട് തീർന്നു. അത് കഴിഞ്ഞു. അങ്ങനെ അവരവിടുന്ന് പോരുന്ന സമയത്താണ് താടകാവധം കഴിഞ്ഞ് മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണന്മാരെ ഇങ്ങോട്ട് പോരുമ്പം മഹർഷിക്ക് സന്തോഷമായി. ഇതാ കാരണം എന്നറിയൂ? കുട്ടികൾ നല്ലേ പ്രാപ്തിയുള്ള കുട്ടികളാണ്. എന്തുള്ള കുട്ടികൾ? ഇപ്പോൾ ഒരു പുതിയ ശാസ്ത്രങ്ങളൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. വിശ്വാമിത്രരുടെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ശാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു, പഠിപ്പിച്ചു എന്ന് പറഞ്ഞു? ആകെ ഒരു ബലാതിബല മന്ത്രമാണ് കൊടുത്തത്. വേറെ ശാസ്ത്രങ്ങളൊന്നും വിവരമുള്ള അറിവുണ്ടാവണ പുസ്തകങ്ങളൊന്നും പഠിപ്പിച്ചതായിട്ട് അറിവില്ല. പക്ഷേ ഇവിടെ നിന്നിട്ട് പറയുകയാണ്, മഹർഷി തീരുമാനിച്ചു കുട്ടികൾ നല്ല വിവരമുള്ള കുട്ടികളാണ്. കാരണം എന്താണെന്നറിയൂ? ഇങ്ങനെയുള്ളവർക്ക് വേണം നമ്മൾ എന്തെങ്കിലും കൊടുക്കുക വെച്ചാൽ. കൊടുക്കുക എന്നാൽ എന്താ ഗുണം? അതുകൊണ്ട് ലോകത്തിന് ഗുണം ഉണ്ടാവേ. മഹർഷിക്ക് സന്തോഷമായിട്ട് മഹർഷി എന്ത് ചെയ്തു വെച്ചാൽ കുട്ടികളോട് പറഞ്ഞു, ഉണ്ണികളെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വേഗം പോയിട്ടേ രാമ ലക്ഷ്മണ ഗൃഹാണ പരമോദാരാൻ ക്ഷിപ്രമേവ നൃപാത്മജ, വേഗം പോയി കാലൊഴുകി ആചമിച്ചു വരൂ. അപ്പം തന്നെ കുട്ടികൾക്ക് മനസ്സിലായി എന്തോ പൊതിയുണ്ടെടുക്കണമെന്ന്. എന്ത്? മഹർഷി ഏതെങ്കിലും പൊതി അഴിക്കാറാകുമ്പോഴാണ് കൈ അഴുകി വരാൻ പറയുക. എന്ത് പൊതി? പലഹാര പൊതിയല്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഉപദേശം, വിശേഷമായിട്ട് മന്ത്രങ്ങൾ എന്തെങ്കിലും ഉപദേശിച്ച് തരാൻ പുറപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക? കാല് കഴുകി ആചമിച്ച് ശുദ്ധമായിട്ട് വരൂ എന്നൊക്കെ പറയുക. അപ്പോൾ ഈ കുമാരന്മാർ വേഗം പോയി കാലൊക്കെ കഴുകി ശുദ്ധം വരുത്തി ആചമിച്ചൊക്കെ വന്നിട്ട് സ്ഥിതസ്തോ പ്രാങ്മുഖോ ഭൂത്വ ശുചിർ മുനിവരസ്തത്. മഹർഷി ആണെങ്കിൽ കാല് കഴുകി ആചമിച്ച് ശുദ്ധമായിട്ട് വന്ന് കിഴക്കോട്ട് നോക്കി അവിടെ നിന്നു. അപ്പോൾ കുട്ടികളോ എങ്ങോട്ട് നോക്കി നിന്നിട്ടുണ്ടാവും? പടിഞ്ഞാട്ടങ്ങ പോകുന്നുണ്ടാവുക. ദദൗ രാമായ സുപ്രീതോ മന്ത്രഗ്രാമമനുത്തമം. എന്നിട്ട് സന്തുഷ്ടനായ ആ മഹർഷി ആ രാമന് മന്ത്രഗ്രാമം പറഞ്ഞാൽ ഒരു കൂട്ടം മന്ത്രങ്ങൾ, നമ്മൾ മലയാളത്തിൽ പറയില്ല ഒരു കൂട്ടം എന്ന്, ആ ഒരു കൂട്ടം മന്ത്രങ്ങൾ അങ്ങോട്ട് ഉപദേശിച്ചു. എന്ത് മന്ത്രം എന്നറിയോ? അസ്ത്രവിദ്യകൾ, പുതിയ ജാതി ചില അസ്ത്രവിദ്യകൾ, അസ്ത്രത്തിൻ്റെയൊക്കെ മന്ത്രം. അസ്ത്രമൊക്കെ പഠിച്ചതാ കുട്ടികൾ. അതായത് വില്ലിൻ്റെ മുകളിൽ അമ്പ് വെച്ച് അയക്കണതല്ല പഠിപ്പിക്കണത്, അതൊക്കെ പഠിച്ചതാണ്. ഇത് അതിൽ തന്നെ വിവിധങ്ങളായ പലജാതി അസ്ത്രങ്ങൾ. ഇപ്പം നമ്മൾ ഡ്രൈവിങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജീപ്പിലോ കാറിലോ പഠിച്ചാൽ മതി. പിന്നെ പാണ്ടി ലോറിയിൽ ഡ്രൈവ് ചെയ്യും എന്തേ വേണ്ടു? പുതിയതായിട്ട് നമ്മൾ പാണ്ടി ലോറി ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കണ്ട. കാറിൻ്റെ മറ്റേ പഠിച്ചതായ യന്ത്രങ്ങളുടെയൊക്കെ എന്താ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ചെറിയ അഭ്യാസം ചെയ്ത് കുറച്ച് ദിവസം അഭ്യാസം ചെയ്താൽ എന്തായി? അതാ ഡ്രൈവിങ് തന്നെയാണ്. ഡ്രൈവിങ്ങും വേറെ ഒന്നുമില്ല.
വശം നോക്കണതും ഒക്കെ വലിപ്പത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ അല്ലാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മാതിരി അസ്ത്രശസ്ത്ര വിദ്യകളൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിലും അതിൽ ശ്രേഷ്ഠങ്ങളായ ചില അസ്ത്രങ്ങളെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? അതാണ് ഈ പഴയ കാലത്തൊക്കെ ഈ അസ്ത്രങ്ങളൊക്കെ അയക്കണമെങ്കിൽ എന്ത് വേണം? മന്ത്രം വേണം. മന്ത്രം ഇല്ലെങ്കിൽ അസ്ത്രം അയക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരാളൊരു അമ്പ് തന്നു, അയച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ വിലങ്ങനെയും കുത്തനെയും പിടിച്ചിരിക്കാൻ പറ്റിയ പൊളിക്കാത്തത് കിട്ടിയ കുറുക്കൻ്റെ മാതിരി ഉരുട്ടുക എന്നല്ലാണ്ട് അയക്കാൻ പറ്റില്ല. അതെന്താണെന്നറിയോ? നമുക്കിപ്പോൾ ഒരു സംഗതി, ഇപ്പം നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട് തുറക്കണമെങ്കിൽ പാസ്വേഡ് വേണ്ടേ? എനിക്ക് തുറക്കാൻ പറ്റുമോ? എന്താ അത്? നമുക്കിനി ആരുടെ അക്കൗണ്ട് കണ്ടിട്ടൊന്നൊരു കാര്യമില്ല, നോക്കി ഇങ്ങനെ മിണ്ടാണ്ട മുഖം തുറച്ച് പോരുക എന്നല്ലാതെ കണ്ട അതിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? പാസ്വേഡ് ചെന്താ? ഒന്ന് മൂത്ത മകൻ്റെ 2ാമത്തെ അക്ഷരവും പിന്നെ ഇളയ മകൻ്റെ 3ാമത്തെ അക്ഷരവും ഭർത്താവിൻ്റെ ഒടുക്കത്തെ അക്ഷരവും എല്ലാം കൂടെ എൻ്റെ മറന്നുപോയി. കുടുംബത്തിലുള്ള ഒരു അക്ഷരം അല്ലെങ്കിൽ അന്യൻ്റെ വല്ല അക്ഷരമാണെങ്കിൽ നമ്മുടെ അക്ഷരം തന്നെ ഓർമ്മയില്ല ആണ്. അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്നും പാസ്വേഡ് ഉണ്ടാക്കാണ്ടിട്ട് അതൊക്കെ നാട്ടുകാർ കേട്ടതാ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടി ചേർത്ത് നമ്മൾ അതിനെന്ത് വല്ല അർത്ഥമുണ്ടോ? എന്താ ഉള്ളത്? വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല, ഒരാകൃതിയില്ല, ഒരു പ്രകൃതിയില്ല. എന്നിട്ട് നമ്മളത് അടിച്ച് കയറ്റിയാൽ അവർ പറയും ചെയ്യും പോരാ അക്കങ്ങളും കൂടി വേണം. അപ്പോൾ നമ്മൾ 12:33 ഇട്ടു അതിൻ്റെ ഇടയ്ക്ക്. ശരിയായി. ഇതൊക്കെ എന്തിനാ? അതിനങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആ സാധനം ആയി നേരെയായി വന്നാൽ പിന്നെ നമ്മളത് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അല്ലെങ്കിൽ അടുത്ത തവണ തുറക്കുമ്പം ഇവൻ അനുസരിക്കില്ല. ഇപ്പം നമുക്കടുത്ത് 3 നോട്ട് പുസ്തകം ഉണ്ട്. എന്തിന്? അതന്നെ എഴുതാൻ. എന്നിട്ട് നമ്മളത് വല്ല തുറക്കേണ്ട നേരത്ത് ഇത് മറിച്ച് വരുമ്പോഴേക്ക് പ്രായമാവുക എന്നല്ലാണ്ട് ഇത് തുറക്കൂല്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ചിന്ത വരണില്ലേ? നമുക്ക് ചിലതിലേക്ക് പ്രവേശിക്കാനും ചില വ്യവഹാരങ്ങൾ നടത്താനും ചിലതൊക്കെ കൈകാര്യം ചെയ്യാനും ഇതില്ലാതെ പറ്റില്ല. അപ്പം നമ്മൾ ATM പോയി പണം എടുക്കണമെങ്കിലോ എന്താ വേണ്ടത്? ആദ്യം നമ്മളിങ്ങനെ നോക്കും, എന്ത് ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന്. ആകെ 300 ഉറുപ്പ്യേ ഉള്ളൂ ഇതിൽ നമ്മുടെ കണക്കല്ല. എന്നാലും നമ്മൾ എന്തു ചെയ്യും? അതിൽ 200 എടുക്കാനാണ് പോണത്. ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട്, അപ്പോൾ അപ്പുറത്തുനിന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഏതോ കോടീശ്വരനാണെന്നാ. കോടീശ്വരനായാലും 100 ഉറുപ്പ്യ കയ്യിലുള്ളവനാണെങ്കിലും നമ്മൾക്കതിനെന്തുണ്ട്? ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ കൂടി പോയാൽ തന്നെ ആ പണം നമുക്ക് എടുക്കാനും വ്യവഹാരം ചെയ്യാനും പറ്റുള്ളൂ. അതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചില സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയും പരിചയങ്ങളൊക്കെ ഇല്ലേ? അതുപോലെ ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നതാണ് ഓരോ അസ്ത്രത്തിൻ്റെ പ്രയോഗത്തിനും ഓരോ മന്ത്രം. അതായത് ഓരോ പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡിൽ കൂടി കയറിയാലേ ഈ അസ്ത്രം പ്രയോഗിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് അമ്പ് കയ്യിലുണ്ടായതുകൊണ്ട് അയക്കാൻ പറ്റില്ല. അപ്പം അഗ്നേയം, വായവ്യം, വാരുണം, നാഗാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് പല ജാതി അസ്ത്രങ്ങളുണ്ട്. അതൊക്കെ ഓരോ അസ്ത്രങ്ങൾ ഓരോ ദിക്കുന്ന ഉപദേശമായിട്ട് വാങ്ങണതാണ്. അങ്ങനെ വാങ്ങിയാൽ എന്ത് ചെയ്യും? ആ മന്ത്രം നിശ്ചയുണ്ടെങ്കിലേ ആ അസ്ത്രം അയക്കാൻ പറ്റുള്ളൂ. അതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അയക്കാനും പറ്റില്ല. ഈ മന്ത്രം നിശ്ചയുള്ള ആൾക്കേ ഈ അസ്ത്രം അയക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ഇന്നത്തെ മാതിരി ഇന്നിപ്പം നമ്മളൊരു മിസൈൽ അയക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടു? അത്രയ്ക്ക് വിവരമൊന്നും വേണ്ട. അവിടുന്ന് മറ്റേ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ മതി. പച്ച ഞെക്കിയാൽ എന്നെ പച്ച ഒരു അമർത്തണ ബട്ടൺ ഉണ്ട്, അതാണ് ഞെക്കി എന്നെ തിക്കൽ. ചുമപ്പ് ഞെക്കി എന്നെ കിളിക്ക്, മഞ്ഞ ഞെക്കി എന്നെ തിക്കലിക്ക്, ചുമപ്പ് ഞെക്കിയാൽ അവനവൻ്റെ നെഞ്ഞത്തേക്കെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ വിവരമുള്ളവനാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദിക്ക് പറഞ്ഞു കൊടുത്താൽ മതിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. പൊട്ടനാണ് പോയിട്ട് ബട്ടൺ അമർത്തണമെന്ന് വെച്ചാലോ അതെ, അത് അവനവൻ്റെ നെഞ്ചത്തേക്ക് തന്നെ വരികയും ചെയ്യും. കണ്ടോ? അപ്പം ഇപ്പോഴൊക്കെ നമ്മുടേത് പുറത്താണ് വിദ്യ വെച്ചാൽ, അന്നത്തെ വിദ്യ അകത്തായിരുന്നു. അതുകൊണ്ട് അത് എല്ലാവർക്കും സുലഭമായിട്ട് മോഷ്ടിച്ച് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്നങ്ങനെയില്ല. ഇന്നൊക്കെ നമുക്ക് ബാഹ്യമാണല്ലോ വിദ്യ, പുസ്തകത്തിലല്ലേ വിദ്യകൾ. പണ്ട് മസ്തകത്തിലാണല്ലോ. അത് വ്യത്യാസമുണ്ടേ. മസ്തകം നമുക്ക് ഏത് ഇൻ്റർവ്യൂവിന് ഏത് മുറിയിരിക്കും കയറ്റാമല്ലോ. തല കയറ്റാത്ത ഇൻ്റർവ്യൂ ഉണ്ടാവുമോ? തല കൊണ്ടുപോകാൻ പറ്റും, അത് പറ്റും. മറ്റുള്ളതൊക്കെ ഊരി വാങ്ങിയാലും എന്ത് കൊണ്ടുപോകാൻ പറ്റും? തല നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കാലം തലയിലുള്ളത് നമുക്ക് എടുക്കാനും പറ്റും. നോട്ട് പുസ്തകം കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നോട്ട് പുസ്തകം കൊണ്ടുപോയാൽ തന്നെ ഇപ്പം ചോദിക്കുമ്പോഴേക്ക് ഇത് മറിച്ച് വരുമ്പോഴേക്ക് എന്നെ ഇയാൾക്കും പ്രായമാവും നമുക്കും പ്രായമാവും. ആർക്കും ശരിയാവില്ല. മസ്തകത്തിൽ ആ ബുദ്ധിമുട്ടില്ല, വ്യത്യാസം മനസ്സിലായി. അതായത് അറിവുകളൊക്കെ പരമാവധി നിങ്ങൾ പുസ്തകത്തിൽ നമ്മൾ ചേർക്കണതിനേക്കാളും ഭേദം അവനവൻ്റെ അകത്തേക്ക് ചേർക്കുന്ന എവിടെയും ഏത് കാട്ടിലും ഏത് കിണറ്റിലും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയും, പുസ്തകത്തിലിരിക്കുന്ന വിദ്യയും അന്യൻ്റെ കയ്യിൽ കൊടുത്ത പണവും
എന്താവില്ല, വേണ്ട സമയത്ത് ഉപകരിക്കില്ല. നമ്മൾ നല്ല പണക്കാരനാണ്. അപ്പോൾ നമ്മുടെ വടക്കേ വാതിലിന് ഉറപ്പില്ലാത്തതുകൊണ്ട് പണമൊക്കെ നമ്മൾ വടക്കേ മുട്ടമേക്ക് കൊടുത്തു, അവിടെ സൂക്ഷിച്ചു. അവിടെ നല്ല ഉറപ്പുള്ള വാതിലാണ്. ആയ്മടേ കൊടുത്തു, ആയ്മ തോന്നിച്ചുകൊണ്ട് ബാങ്കിലുണ്ട് ഇട്ടു. അപ്പോൾ നമുക്ക് അത്യാവശ്യം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പണം തരുമോ പറഞ്ഞു. അതിന് രാവിലെ കൊണ്ടുപോയി എന്നും പറഞ്ഞു. നീ നമ്മുടെ പിന്നാക്കാൻ നടക്കണം. എന്തിന് തരുമോ? തരുമോ? നമ്മുടെ കാശല്ല, ആരുടെ കാശാണ്? നമ്മുടെ കാശാ. കണ്ടുവോ? ഒന്നുമില്ലെങ്കിലും ആ അമ്മയുടെ പണികൾ കഴിഞ്ഞിട്ട് ബാങ്കിലേക്ക് പോകണിടത്തോളം നമ്മൾ കാത്തു നിൽക്കണ്ടേ? അവനവൻ്റെ ആണെങ്കിലോ ആ പരഹസ്തഗതം ധനം, അന്യൻ്റെ കയ്യിൽ പോയ ധനം, പുസ്തകസ്ഥമായ വിദ്യയും ആവശ്യത്തിന് ഉപകരിക്കില്ല എന്നാണ് ശാസ്ത്രമാണ്. ശരി തന്നെയല്ലേ ഇത്? അതുകൊണ്ടാണ് അവനവൻ്റെ കയ്യിലിരിക്കുകയാണ് നല്ലത് വിദ്യയെന്ന്. ധാരാവുണ്ടൊക്കെ പഠിച്ച് ഉള്ളിൽ വെച്ചോളൂ, എന്നാൽ എവിടെയെങ്കിലും ഉപകാരം ഉണ്ടോ? കുറച്ചേ ഉള്ളൂ, വെച്ചാൽ ഉള്ളത് ഉപകാരമാവും. മറ്റത് കുറേ ഉണ്ടായിട്ട് എന്താ കാര്യം? വേണ്ട മാതിരി ഉപയോഗിക്കാൻ പറ്റില്ലേ? അങ്ങനെ അതുകൊണ്ടാണ് ഈ പഴയ കാലത്തെ ഈ മസ്തകത്തിന് നന്നായിട്ട് ഉപയോഗിക്കും. എന്തൊക്കെ ആളുകൾ പഠിച്ചെത്തി വെക്കായിരുന്നു തലയുണ്ട് അന്നൊക്കെ. നല്ലോണം ഉപയോഗിക്കൊണ്ട് അതിന് നല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്, പണ്ടത്തേനേക്കാൾ ബുദ്ധി കൂടുതലുണ്ടെങ്കിലും ഉപയോഗിക്കാത്തതുകൊണ്ട് കുറേയൊക്കെ ഉപദ്രവിച്ചടങ്ങി അവിടെ ഇവിടെയൊക്കെ. എന്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉപയോഗിച്ചില്ല ചില കുറേതൊക്കെ പോവേ. ചിലതൊക്കെ എങ്ങനെയാണ് തലയായാലും പോവും. അറിവും ബോധം. അങ്ങനെ ആ കുമാരന്മാരെയും കൂട്ടി അന്ന് അവിടെ താമസിച്ച് സന്തോഷമായിട്ട് അവരെന്ത് ചെയ്തു? മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു മഹർഷി. അസ്ത്രവിദ്യകൾ ഉപദേശിച്ചു എന്ന് മാത്രമല്ല, അസ്ത്രം അങ്ങടെ അയക്കണ വിദ്യയും ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് അത് ഉപസംഹരിക്കുന്ന വിദ്യയും കൂടി ഉപദേശിച്ചു കൊടുത്തു. അതും കൂടി ശ്രദ്ധിക്കണേ. അസ്ത്രം അയക്കണത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ഇത് പിൻവലിക്കണതും കൂടി പഠിപ്പിക്കണേ. നമ്മൾ അടയ്ക്കാൻ പഠിപ്പിച്ചാൽ തുറക്കാനും കൂടി പഠിപ്പിച്ചു കൊടുക്കണം. തുറക്കാൻ പഠിച്ചാൽ അടയ്ക്കാനും കൂടി പഠിക്കണേ. ഇപ്പം നമ്മൾ ഈ യോഗ ആസന വിദ്യകളൊക്കെ പഠിക്കണ കൂട്ടരെ ഓരോന്ന് കാല് കയറ്റി അങ്ങോട്ട് വെച്ച് മറ്റേത് ഇങ്ങോട്ട് വെച്ച് ഇത് അതിൻ്റെ ഉള്ളിൽ കൂടി തിരികെ, ഇത് അതിൻ്റെ ഉള്ളിൽ കൂടി തിരികെ, മറ്റേത് പുറത്ത് കൂടി തിരികെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പഠിച്ചാൽ ഇത് ഓരോന്നോരോന്ന് ഊരിയെടുക്കണതും പഠിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് അന്ന് ലീവ് എടുക്കേണ്ടി വരും. എന്താ കാരണം? നിലവിളി കേട്ട അടുത്ത വീട്ടുകാരൊക്കെ ഓടി വരില്ലേ? അവരെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഓടി വന്നത്. എന്നിട്ട് കൈ ഏതാന്ന് നിശ്ചയില്ല. ഒക്കെ കൂടി കണ്ട സർപ്പക്കാവ് പോലെ ഉണ്ട്. സർപ്പക്കാവിൽ ഏത് വള്ളിയാണ് കാണുന്ന വള്ളി നമുക്കറിയുമോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് കയറിയ വള്ളി കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ അതേമാതിരി. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഏതോ ഒരു കൈ പിടിച്ച് വലിച്ചങ്ങോട്ട് പുറത്തേക്ക് കിട്ടും. അപ്പം ഇടത്തെ കൈ കിട്ടി, ഇനിയൊരു കൈയും കൂടിയല്ലോ അമ്മാവനെന്ന്. എന്താ കാരണം? ആകെ 2 കൈ ആയിട്ടാണ് ഇന്നലെ വരെ കണ്ടത്. ഇനിയിപ്പോൾ രാവിലെ 3 കൈ ഉണ്ടാവുമെന്ന് നിശ്ചയില്ലല്ലോ. പേടിച്ച വലിച്ച 2 കൈയും പുറത്താക്കി കാലൊക്കെ ചവിട്ടി മടക്കി അങ്ങനെ നിലം കൊള്ളിച്ചു. ആരെയും മറ്റേ നിലം കൊള്ളിക്കലല്ല, നിലത്തേക്ക് നിലത്തങ്ങോട്ട് കിടത്തിയെന്നർത്ഥം. എന്നിട്ട് മരുമക്കളെ കൂടെ അമ്മാവനോട് പറയുകയും ചെയ്തു, അമ്മാവൻ ഇനി ഇങ്ങനെ തിങ്കളാഴ്ച ഒന്നും യോഗാഭ്യാസം ചെയ്യരുത് കേട്ടോ. എന്താ കാരണം? ഞായറാഴ്ച ചെയ്തോളൂ, ഞങ്ങൾക്ക് ലീവാണെന്ന്. എനിക്ക് മരുമക്കളെ ചെറുപ്പക്കാർ പണിക്ക് പോകുന്നവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ലീവ് എടുത്തിട്ട് അമ്മാവൻ്റെ ധ്യാനം നേരെയാക്കാൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെക്കാൻ പഠിച്ചാൽ വെച്ചതൊക്കെ എടുക്കാനും പഠിക്കണം. അമ്പ അയക്കാൻ പഠിച്ചാൽ അത് പിൻവലിക്കാനും പഠിക്കണം. അതങ്ങനെ പണ്ട് ഈ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരുടെ വംശം നശിച്ചു പോട്ടെ എന്നും പറഞ്ഞിട്ട് അമ്പ അയച്ചു. പാണ്ഡവും ഇതം കർത്തും എന്നാണ് അതിന് പറയുക. പാണ്ഡവന്മാരില്ലാണ്ടാക്കാൻ. എന്നിട്ട് അത് എന്ത് ചെയ്തു വെച്ചാൽ പാണ്ഡവന്മാരുടെയൊക്കെ നേരെ ചെന്നു. അപ്പോൾ പാണ്ഡവന്മാരുടെയൊക്കെ അസ്ത്രമൊക്കെ ഭഗവാനെ സംഹരിച്ചു. ഉത്തരാഗർഭത്തേക്ക് ചെന്ന് ആ ശിശുവിനെ ഭഗവാനെ എഴുന്നേൽപ്പിച്ചു. അതൊക്കെ നമ്മൾ കണ്ടില്ലേ? അങ്ങനെ ഈ അവസാനം എന്തുണ്ടായത്? ഈ ജാതി ദുഷ്ടതയൊക്കെ കാണിച്ച അങ്ങനെ അവസാനം അശ്വത്ഥാമാവ് ദുഷ്ടത കാണിച്ച് പോകണമെന്ന് കണ്ടപ്പം അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി, പാഞ്ചാലിയുടെ പുത്രന്മാരെയൊക്കെ കൊന്നവനല്ലോ ദുഷ്ടൻ, പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ അശ്വത്ഥാമാവ് അർജുനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അസ്ത്രം ആരുടെ നേരെ അയച്ചു? ബ്രഹ്മാസ്ത്രം അർജുൻ്റെ നേരെ അയച്ചു. അപ്പോൾ അർജുനനാണെങ്കിൽ അതറിയാം, അങ്ങനെ അയക്കാൻ പാടില്ല എന്നറിയാം. എന്താ വെച്ചാൽ ആദ്യമൊന്നും ബ്രഹ്മാസ്ത്രം കിടക്ക ആദ്യം തന്നെ അയക്കാൻ പാടില്ല, ഒടുക്കം ഒക്കെ അയക്കാൻ പാടുള്ളൂ. അർജുനെ അയച്ചില്ല. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടാണ് അയച്ചത്. ഭഗവാൻ പറഞ്ഞു, അർജുന തൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ബ്രഹ്മാസ്ത്രം വരുമ്പോൾ താൻ അങ്ങനെ തെങ്ങും ചാരി നിന്ന് എന്താ ഉണ്ടാവുക? ബ്രഹ്മാസ്ത്രത്തിന് പരിഹാരം ബ്രഹ്മാസ്ത്രമല്ലേ ഉള്ളൂ, തിരിച്ചയക്കുമെന്നും പറഞ്ഞു. അങ്ങനെ അർജുനും ബ്രഹ്മാസ്ത്രം എടുത്ത് അയച്ചു. അർജുനൻ്റെയും അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം അങ്ങനെ തൊട്ടു എന്ന് പറഞ്ഞിങ്ങനെ അടുത്തേക്ക് വരികയായപ്പം വേദവ്യാസരൊക്കെ പറഞ്ഞു, പിൻവലിക്കൂ എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇത് കൂട്ടി തൊട്ടാൽ എന്താ ഉണ്ടാവുക? സാധാരണ കൂട്ടി തൊട്ടാൽ ശുദ്ധം മാറുക ചെയ്യുക. ഇതിപ്പോൾ കൂട്ടി തൊട്ടാൽ ശുദ്ധം മാറില്ല, ശുദ്ധാവും, എന്ത് ഭസ്മാവില്ലേ? പിൻവലിക്കൂ എന്നും പറഞ്ഞു. അപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിച്ചു എന്താ വേണ്ടു? പിൻവലിച്ചോളാം. അർജുനൻ പിൻവലിച്ചു. അശ്വത്ഥാമാവാണെങ്കിൽ ഇത് വലിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അശ്വത്ഥാമാവിന് ഇത് വലിക്കാൻ അറിയില്ല. എന്താ കാരണം? വിടുന്നത് പഠിപ്പിക്കണ ക്ലാസ്സിലേ പോയിട്ടുള്ളൂ, വലിക്കണത് പഠിപ്പിക്കണ ക്ലാസ്സിൽ പോയിട്ടില്ല. നോക്കൂ, കണ്ടോ? അപ്പോൾ ആ വിദ്യ പൂർണ്ണമല്ല എന്ന്. ആർക്ക്?
കണ്ടു. അപ്പോൾ വിദ്യ പൂർണ്ണമായ അപ്പോൾ ഈ അതാണ് ഇവിടെ അസ്ത്രം അയക്കണതും പഠിപ്പിച്ചു കൊടുത്തു, അസ്ത്രത്തിൻ്റെ ഉപസംഹാരവും പഠിപ്പിച്ചു കൊടുത്തു. ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അസ്ത്രസംഹാരം ഉപസംഹാരമൊക്കെ പഠിച്ചു. ഈ കുമാരന്മാർ പ്രാപ്തന്മാരാണ്, യോഗ്യന്മാരാണ് എന്ന് കണ്ട മഹർഷി ബോധ്യം വന്നിട്ടാണ് അവർക്ക് അസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അവരവിടുന്ന് നേരെ പോന്തവിടയ്ക്കാണ്. അന്ന് രാത്രി അവിടെ കഴിച്ചു കൂട്ടി. ആ താടകാവനം ശുദ്ധമാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ താമസിച്ചതാണ്, ഇനി നിങ്ങൾക്കും താമസിക്കാം. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ചിലത്, ഈ വെള്ളം നല്ല വെള്ളമാണ്, ഒന്ന് കുടിക്കൂ. ഞാൻ കുടിക്കില്ല, നിങ്ങൾ കുടിച്ചാൽ മതി, നല്ല വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ നമ്മൾ നല്ല വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ കുടിച്ച് കാണിച്ചു കൊടുത്താൽ നാട്ടുകാർ എന്ത് ചെയ്തോളും? നാട്ടുകാർ കുടിച്ചോളും. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചാവാം. എന്താ കാരണം? അങ്ങനെയല്ല, നമ്മൾ ചെയ്ത് കാണിച്ചാലല്ലേ മറ്റവർക്കൊരു വിശ്വാസം വരുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഉപദേശിച്ചുകൊണ്ട് വിശ്വാസം വരുമോ? വരില്ല. അപ്പം അതുകൊണ്ട്